താങ്കൾ തിയേറ്ററിൽ പോയി സിനിമകളൊക്കെ അത്യാവശ്യം കാണുന്നുണ്ടായിരുന്നു കുറേയധികം. ഇപ്പം ഈയിടെയായിട്ട് കുറവാണ്. എന്നാലും ദൃശ്യം പോയി കണ്ടു, പാട്രിയറ്റ് കണ്ടു. അങ്ങനെയൊക്കെ നല്ല നല്ല സിനിമകൾ വരുമ്പോൾ പോയി കാണാറുണ്ട്. വാഴ കണ്ടു. അറിയപ്പെടുന്ന നല്ല ഒപ്പീനിയൻ അറിയുന്ന സിനിമകൾ കാണും തിയേറ്ററിൽ പോയിട്ട്. നല്ല ഗംഭീരമില്ല, അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. അത് പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. നമ്മളിവിടെ വീട്ടിലിരുന്ന് ഹോം തിയേറ്റർ ഉണ്ട് വീട്ടിൽ, അല്ലെങ്കിൽ നമ്മൾ അത് OTT കാണുന്നു, അത് ഓക്കെ. അതിലുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ വല്ലതൊക്കെ കഴിച്ച് വീട്ടിലിരിക്കാം, റിലാക്സ് ചെയ്യാം, എപ്പോൾ വേണം ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ഐ വുഡ് ഓൾവേസ് ഒരു എന്താ പറയുക, ഒരു ക്രിട്ടിക് എന്ന നിലയ്ക്ക് എല്ലാ സിനിമയും തിയേറ്ററിൽ തന്നെ പോയി കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് ഇസ് സോ ഡിഫറെൻറ്റ്. എന്തായാലും പ്രേക്ഷകർ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ കൊതിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ താരങ്ങളായ മമ്മൂക്കയും ലാലേട്ടനെയും പറ്റി താങ്കളുടെ സൗഹൃദം എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാം. അല്ല, മമ്മൂക്കയും ലാലിനും രണ്ടുപേരെയും ഞാൻ ഒരു 10-45 വർഷമായിട്ട് എനിക്കറിയാം. അവർ സിനിമ ഇൻഡസ്ട്രിയിൽ വരുന്ന കാലത്ത് ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. ഇന്നും അന്നും എന്നും ആ ഒരു സാഹോദര്യ ബന്ധം, ആ ഒരു സുഹൃത്ത് ബന്ധം നിലനിന്ന് പോകുന്നു. ഇന്ന് അവർ വളർന്ന് പന്തലിച്ചു. നമ്മൾ ഇവിടെയാണെങ്കിൽ അവർ ഇവിടെ മാനത്തെത്തി. അപ്പം നമ്മൾ അവരായിട്ട് കമ്പയർ ചെയ്യാനൊന്നുമില്ല. പക്ഷെ അവർ ഇന്നും നേരിട്ട് കാണുമ്പോൾ ഉള്ള സ്നേഹബന്ധം, സാഹോദര്യ ബന്ധമൊക്കെ അങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓരോരോ ആൾക്കാരുടെ രീതിയാണ്. നമ്മൾ അവരെ ഓവറായിട്ട് നമ്മൾ പോയി അങ്ങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ നമ്മളെ ഓർത്തിരിക്കാം, നമ്മൾ വിളിക്കാം. ഒരിടയ്ക്ക് കുറേ സിനിമകളിൽ ഞാൻ മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇല്ലയെന്നില്ല. ലാലിൻ്റെ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് വന്ന് പിന്നെ അങ്ങനെ അധികം ഇല്ല. ഞാൻ ചോദിക്കാറില്ല, വിളിക്കാറില്ല. പിന്നെ പറഞ്ഞില്ലേ, ഇപ്പോൾ അവരെ ചുറ്റിപ്പറ്റി നിൽക്കാനും അവരോട് കാര്യങ്ങൾ സംസാരിക്കാനും അടുത്ത് നിൽക്കാനുമുള്ള കണ്ടമാനം ആൾക്കാർ വന്നു. അപ്പം നമുക്ക് ആ റേഞ്ചിലേക്ക് പോകാൻ പറ്റുന്നില്ല. എന്നാലും ഈ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിലൊക്കെ വരുമ്പോൾ ആ സൗഹൃദം, പിന്നെ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാമിലി ഗെറ്റ് ടുഗദറല്ലേ. അന്ന് ചെറുതും വലുതും ഒന്നുമില്ലല്ലോ. അന്ന് ഏറ്റവും ചെറിയ ആക്ടർ ഏറ്റവും മുമ്പിലായിരിക്കും ഇരിക്കുന്നത്, ഏറ്റവും സൂപ്പർ സ്റ്റാർ ബാക്കിലായിരിക്കും ഇരിക്കുന്നത്. മമ്മൂക്കൊക്കെ വന്നാൽ സ്ഥിരം ബാക്കിൽ പോയിരിക്കുന്നത്. മധുസാർ വന്നാൽ ഏറ്റവും ബാക്കിൽ പോയി ഇരിക്കുമായിരുന്നു. പിന്നെ വലിച്ചു കൊണ്ടുവന്നാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അവിടെ ഒന്നുമില്ല. അതൊരു നല്ല ഫാമിലി ഗാദറിംഗ് ആണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഈ അടിച്ചു പൊളിച്ച ഒരു എൻജോയ്മെൻ്റ് ആണ്. അവിടെ വളരെ സന്തോഷമാണ്. താങ്കൾ സിനിമയെക്കുറിച്ച് പറഞ്ഞു, ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു. താങ്കൾക്ക് രാഷ്ട്രീയമുണ്ടോ? എനിക്ക് രാഷ്ട്രീയം ഇല്ല. ഞാൻ അതിൽ താല്പര്യം എടുത്തിട്ടില്ല, ഒരിക്കലും എടുത്തിട്ടില്ല. എന്നാൽ എനിക്ക് ഈ ഇടയ്ക്ക് വന്ന VD സതീശൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. കാര്യം വെച്ചാൽ പുള്ളി ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പൊളിറ്റീഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല പുഞ്ചിരിയോടെ, നല്ല ഒരു എന്തോ ഒരു നല്ല വ്യക്തിത്വം. നമുക്ക് ചില വ്യക്തികളോട് ഇഷ്ടം തോന്നുമല്ലോ. ബീഡൻ അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെ കുറച്ച് ചില ക്യാരക്ടേഴ്സിനോട് നമുക്കൊരു ഇഷ്ടം തോന്നും. കാരണം അവർ നമുക്ക് ഇങ്ങോട്ടും തരുന്ന അതുപോലെയാണ്. അങ്ങനെ കുറേ നല്ല ആൾക്കാരുണ്ട്. പിന്നെ നാച്ചുറലി കാലങ്ങളായിട്ട് നമ്മുടെ ചെറുപ്പം മുതലേ നമ്മൾ കണ്ട് വളർന്നു വന്നേക്കുന്ന കോൺഗ്രസ്സിലൂടെയാണ്. അപ്പം അതൊരു ഇത്തിരി അകത്ത് കിടപ്പുണ്ട്, ഇല്ലായകയില്ല. ചോദിച്ചു വന്നാൽ ഇത്തിരി കോൺഗ്രസ്സുകാരനാണ്. ഇത്തിരി എന്ന് പറയുന്നത് വെച്ചാൽ പൊളിറ്റിക്സ് ഇല്ലാത്തതുകൊണ്ടായി പറയുന്നത്. എന്നാലും അതിനോടൊരു ചെറിയൊരു ഇഷ്ടം അടുപ്പമുണ്ട്. പക്ഷെ അവരുടെ ഈ ഒരു തമ്മിൽ ഉള്ള ഒരു ഭിന്നിപ്പ്, അതാണ് മറ്റുള്ളവരെ വളർത്തിക്കൊണ്ട് വരുന്നത്. കോൺഗ്രസ് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ എന്നും അവർ തന്നെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഇപ്പം മറ്റൊരു മോശമാണെന്നല്ല പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് പിണറായി വിജയൻ ഭരിച്ച 10 വർഷം നന്നായിട്ട് ഭരിച്ചു അദ്ദേഹം. ഞാൻ അതിന് കുറ്റം പറയുന്നില്ല. BJP ഇപ്പം മോദി ഉണ്ടെങ്കിലും അങ്ങേരും ചെയ്യുന്നുണ്ട്. ചിലവർക്കൊക്കെ എതിർപ്പുണ്ടാവാം. വ്യക്തിപരമായിട്ടുള്ള ചില സ്റ്റേറ്റുകളിലൊക്കെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്, ഇതൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കിവിടെ കേരളത്തിൽ ദൈവം അനുകരിച്ച് ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ടച്ച്വുഡ്, ഇനിയും അങ്ങോട്ട് ഉണ്ടാവരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം വെച്ചാൽ കേരളത്തിൽ അങ്ങനെ ജാതി മതവും പറഞ്ഞൊന്നുമില്ല. പക്ഷേ ഇപ്പം ഈ ഇടയ്ക്ക് ഇഞ്ചക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചക്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നീ ഹിന്ദു, ഞാൻ മുസ്ലിം, അവൻ ക്രിസ്ത്യാനി. അപ്പം അത് മോശം, അത് പാടില്ല. ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങനെ ഒരു മുസ്ലിം ആയത്, ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് മാത്രമാണ്. ഇല്ലേ? ഇപ്പം എൻ്റെ അച്ഛൻ മറ്റൊരു ഹിന്ദു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടതിന് അവിടെ ഞാൻ ജനിക്കുമായിരുന്നു. നാസർ എന്ന് പകരം എൻ്റെ പേര് ദാസൻ എന്നായിരിക്കുമായിരുന്നു. അല്ല, അപ്പുറത്തൊരു ക്രിസ്ത്യാനി സ്ത്രീ ആയിട്ട് അന്ന് ഇത്തിരി രൂപവ്യത്യാസത്തിലൂടെ അവിടെ ലാസറായിരിക്കുമായിരുന്നു.
അപ്പം നാസറാണെങ്കിലും ദാസനാണെങ്കിലും ലാസറാണെങ്കിലും ഞാൻ മനുഷ്യനാണ്. ഇത് മുറിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന രക്തം അതെ എൻ്റെയും പ്രശാന്തിൻ്റെയും ഒന്ന് തന്നെയല്ലേ? അതെ ഏതാണ് ഗ്രൂപ്പ്? ഓ പോസിറ്റീവ്. ഓ, സേവിക്കാൻ വേണ്ടി ജനിച്ചവനാ. എൻ്റെ AB പോസിറ്റീവാണ്. AB പോസിറ്റീവ്. O എന്ന് പറഞ്ഞാൽ റെയർ ബ്ലഡ് ഗ്രൂപ്പാണ്. നിങ്ങളുടെ ഗുണം എന്താ പറയുക? നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും, ആരെയും എടുക്കാൻ പറ്റില്ല. എനിക്ക് AB പോസിറ്റീവ് എല്ലാവരെയും എടുക്കാം, ചുരുക്കം കുറച്ച് പേർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. താങ്കൾ ഈ എറണാകുളത്ത് കുറേ വർഷമായിട്ട് താമസിക്കുന്നു. കേരളത്തിൻ്റെ ഒരു എന്താ പറയുക സെൻറ്റർ ഭാഗമാണ്. അപ്പം നമ്മൾ ഇന്ന് പത്രങ്ങളിലും ചാനലുകളിലും ന്യൂസുകളിലും ഒക്കെ സോഷ്യൽ മീഡിയ തുറന്നാൽ പിന്നെ അതിനെ MDMA ഏറ്റവും കൂടുതൽ വന്ന് ഒഴുകുന്ന ഒരു സ്ഥലമായിട്ട് എറണാകുളം മാറുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ സർക്കാർ, നമ്മുടെ UDF സർക്കാർ വന്നപ്പോൾ രമേശ് ചെന്നിത്തല സാർ ഒരു പദ്ധതി കൊണ്ടുവന്നു, തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ. അതിനെക്കുറിച്ച് ഈ എറണാകുളം ആയിട്ട് താങ്കളുടെ ഈ ഇത്രയും വർഷത്തെ പിന്നെ പരിചയത്തിലും ഈ തൂഫാനെ പറ്റി 2 വാക്ക് സംസാരിക്കാം. തൂഫാനെ പറ്റി പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഹാസ് ബീൻ ടേക്കൻ. അതിന് ഹാറ്റ്സ് ഓഫ് ടു ചെന്നിത്തല. ഓക്കെ. ഈ ഗവൺമെൻറ് വന്നു ആദ്യം ചെയ്തതിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ലഹരിയും ഇതിനു വേണ്ടിയൊക്കെ ഉള്ള ഒരു ഭയങ്കര ഡ്രൈവ്. ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു സിനിമ, ഒരു ഷോർട്ട് ഫിലിം ചെയ്തു ലഹരിക്ക് വിരുദ്ധമായിട്ട്, റെഡ് അലർട്ട്. അതിപ്പോൾ റിലീസിനിരിക്കുകയാണ്. ഞാനും എൻ്റെ വൈഫായിട്ട് അഭിനയിച്ച നമ്മുടെ മുൻ മേയർ സൗമിനി ജെയിനാണ് എൻ്റെ വൈഫായിട്ട് അഭിനയിച്ചതിനകത്ത്. അത് ലഹരിക്ക് എതിരായിട്ടാണ്. പിന്നെ നമ്മുടെ ഒരു സ്കൂളുണ്ട് ഇവിടെ, ദാർലൂം സ്കൂൾ എന്ന് പറഞ്ഞു, എൻ്റെ ഗ്രാൻഡ് ഫാദറായിട്ട് തുടങ്ങിയാണ്. അവിടെയൊക്കെ നമ്മൾ വളരെയധികം ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡ്രൈവ്, ടോട്ടലി ലഹരി വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവം അവിടെ ഇന്ന് വരെ ലഹരിക്ക് ഇതായിട്ട് ആനുകൂല്യമായിട്ട് അവിടെ നടന്നിട്ടില്ല. അത്രയും ഡ്രഗ് ഫ്രീ ഒരു സ്കൂളാണെന്ന് എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റും. അത്രത്തോളം കെയറിങ് ആണ് അവിടുത്തെ ടീച്ചേഴ്സ്. പിന്നെ ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സ്കൂളുണ്ട് വീടിൻ്റെ ബാക്കിൽ, ജംഗൽ ബുക്ക് എന്ന് പറഞ്ഞു, പ്ലേ സ്കൂൾ. നല്ല വിശാലമായ പ്ലേ സ്കൂളാണ്, എൻ്റെ വൈഫും മോളും കൂടി നടത്തുന്നതാണ്. അപ്പം എഡ്യൂക്കേഷനോടും അതും ഒരു വലിയ കാര്യമാണ്. ഈ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ പറ്റുള്ളൂ. അതായത് കണക്ട് ചെയ്യാനേ, ലഹരിയുമായിട്ട് നമ്മൾ മാറി നിൽക്കണമെങ്കിൽ അച്ഛനമ്മയ്ക്ക് അതിനുള്ള എഡ്യൂക്കേഷൻ വേണം, പിള്ളേർക്ക് അതിനുള്ള എഡ്യൂക്കേഷൻ വേണം. എന്താണ് വാട്ട് ഈസ് ഗുഡ്, വാട്ട് ഈസ് ബാഡ് എന്നുള്ള അറിയാനുള്ളൊരു വ്യക്തിത്വം അതിനകത്തുണ്ടാവണം, പഠിപ്പുണ്ടാവണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ലഹരിപരമായിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് തിങ് ദറ്റ് ദ വേൾഡ് കുഡ് എവർ കൺസ്യൂം. അതുകൊണ്ട് ഒന്നും നേട്ടമില്ല, മരണത്തിലേക്ക് അത് നയിക്കുകയുള്ളൂ. മരണമല്ലാണ്ട് അതിന് വേറെ ഇതില്ല. അതിൽ ഒരാൾ വന്ന് പെട്ടുപോയാൽ തീർന്നു, പിന്നെ മരണം. എനിക്ക് ഒരു ചെറിയ കഥ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എൻ്റെ പരിചയത്തിലൊരാളുണ്ടായിരുന്നു. അയാളുടെ ഒരു മകൻ ഇത്രയും മനോഹരമായിട്ട്, ഇത്രയും നന്നായിട്ട് പഠിക്കുന്ന ഒരാൾ, ക്ലാസ്സിലെല്ലാം നമ്പർ 1. ഈ നമ്പർ 1 ഈ വ്യക്തി ഇവിടെ പാസ്സായിട്ട് പുള്ളി വേറൊരു കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു. അവിടെ അയാൾക്കൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടി. ആ കുട്ടിയുടെ നിർബന്ധം പ്രകാരം ഒരു തവണ ഈ സാധനം അയാൾ ടേസ്റ്റ് ചെയ്ത ആൾ അതോടുകൂടി അയാളുടെ കംപ്ലീറ്റ് ജീവിതം അങ്ങ് മാറി. ഈ ബിക്കേം എൻ അഡിക്റ്റ്. അവസാനം എന്താണെന്നറിയോ, ഈ അച്ഛൻ വന്ന് പോലീസ് സ്റ്റേഷനിൽ ഇവൻ്റെ ഒരു കേസിന് വേണ്ടി നിൽക്കുക. ഇവൻ്റെ ഗതി കണ്ട് ഈ അയാൾ വിഷമിച്ചുകൊണ്ട് പറയും, ഇവനെ ഒന്ന് കൊന്നു തരാമോ എന്ന് പറയേണ്ട ഒരു ഗതികേട് ഒരു അച്ഛനിൽ നിന്നും ഉണ്ടാകുമ്പോൾ എത്രത്തോളം മാരകമാണ് ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ആൽക്കഹോളാണെങ്കിലും ലഹരി ഐറ്റംസ് ആണെങ്കിലും ഇതിനൊക്കെ ടോട്ടലി ഞാൻ എതിരാണ്. അതിന് ഇന്ന് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന നയം 100% ഞാൻ അതിലേക്ക് കൊണ്ട് തൂഫാനിന് എല്ലാവിധ സപ്പോർട്ടും എൻ്റെ സൈഡിൽ നിന്ന് എപ്പോഴും ഉണ്ട്. ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതെ. മീഡിയ 7 വേണ്ടി നാസർ ലത്തീഫ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്കരനായ ആർട്ടിസ്റ്റ് നമുക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പ്രശാന്ത്, അത് പറഞ്ഞു വരുമ്പോൾ സോറി ഇൻ്ററപ്റ്റ്, എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതും പ്രശാന്ത് എനിക്ക് എന്നും ഒരു അനുജനെ പോലെയാണ്. ഞാൻ എന്നും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിവ്യൂവിനെല്ലാം വിളിക്കാറുമുണ്ട്, നിങ്ങൾ വന്ന് കാണാറുമുണ്ട്, സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ചായ ചാറ്റ് അല്ലേ എന്നെ ക്ഷണിച്ചതിൽ പ്രശാന്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ഇതിൻ്റെ ടെക്നിക്കൽ ടീമിനോടും എല്ലാം എൻ്റെ നന്ദി അറിയിക്കും. താങ്ക് യു സർ. ഇനിയും മറ്റുള്ളവർ ചെയ്യുന്ന വേഷത്തിനേക്കാൾ അപ്പുറം വെറൈറ്റി ആയിട്ടുള്ള വളരെ ഹാർട്ട്ഫുള്ളായിട്ടുള്ള വേഷങ്ങൾ ഇദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ലഡ്ഡു ഇല്ല, അല്ലെങ്കിൽ ഒരെണ്ണം തരായിരുന്നു.
ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലെസ്.